നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇനി കുറച്ച് ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനോടകം മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു. ഇപ്പോഴും ചില പാർട്ടി നേതൃത്വങ്ങളിൽ ചില പടലപ്പിണക്കങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിൽ BJP ഭരിക്കുന്ന 2 മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ 2 തവണയായി BJP ഭരിക്കുന്ന ഇവിടെ 3-ാം ഊഴം തേടുകയാണ് പാർട്ടി. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് നേതൃത്വം. സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വിഭാഗത്തെ പാടെ തഴഞ്ഞു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മടക്കി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ പക്ഷത്തിന് മാത്രമാണ് പട്ടികയിൽ പ്രാതിനിധ്യമത്രേ. നഗരസഭാ ചെയർമാൻ പ്രമീള ശശീന്ദ്രൻ, BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ്, RSS മുതിർന്ന നേതാവ് ശിവരാജൻ എന്നിവരൊന്നും പട്ടികയിലില്ല. ഇത് കൂടുതൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയാണ് പട്ടിക സംസ്ഥാന നേതൃത്വം മടക്കിയത്. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇത്തവണ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2 ഡിവിഷനുകളിലാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പല ഡിവിഷനുകളിലും 15 പേരുടെ പേരുകൾ വരെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. മണ്ഡലം കമ്മിറ്റി ഇടപെട്ട് 3 പേരുടെ പട്ടികയാക്കി ചുരുക്കി. ജില്ലാ പ്രസിഡന്റുമാർക്ക് മത്സരിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വേണം. BJPക്ക് വീണ്ടും സാധ്യത കൽപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. ഇത്തവണ ജനറൽ സീറ്റാണ് ചെയർപേഴ്സന്റേത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവൻ ജയിച്ചാൽ ചെയർമാൻ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രശാന്ത് ശിവൻ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതത്രേ. വിഷയം സങ്കീർണമായതോടെ RSS നേതൃത്വം വിഷയത്തിൽ ഇടപെടുമെന്നാണ് വിവരം. പാർട്ടി തീരുമാനിക്കുന്നത് അംഗീകരിക്കുമെന്ന് ശിവരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിൽ ശിവരാജന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ അടക്കം ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരുന്നത്. അതേസമയം മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതി. അവർക്കെതിരെ നടക്കുന്ന കടുത്ത സൈബർ അധിക്ഷേപം തുടരുകയാണ്. ഇതും വിഭാഗീയത രൂക്ഷമാണ് എന്നതിന്റെ തെളിവായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അധികാരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അനൈക്യം ശക്തമായാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് നേതൃത്വം BJPയിലെ വിഭാഗീയത അവസരമാക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ എങ്ങനെ ഇടപെടുമെന്നതും നിർണായകമാണ്. BJPയിലെ ആഭ്യന്തര കാര്യത്തിൽ കോൺഗ്രസിന് എന്ത് റോൾ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. എന്നാൽ പ്രമീള ശശീന്ദ്രനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കൾ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിക്കുമെന്നും 5 MLAമാർ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയിൽ ചേരുമെന്നും അവകാശവാദമുണ്ട്. BJP നേതൃത്വം നൽകുന്ന NDAയിലെ സഖ്യകക്ഷിയാണ് HAM. ബീഹാറിൽ മാത്രമാണ് പാർട്ടിക്ക് സ്വാധീനമുള്ളത്. NDA സഖ്യത്തിൽ ചേർന്നതിനാൽ കേന്ദ്രമന്ത്രിയും പാർട്ടിക്കുണ്ട്. കേരളത്തിലെ 5 MLAമാർ HAMൽ ചേരുമെന്നും പാർട്ടിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി വാസുദേവ് റിപ്പോർട്ടർ ചാനലിലൂടെ പറഞ്ഞതും ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ ഭരണകക്ഷിയിൽപ്പെട്ട MLAമാരും ഇതിൽപ്പെടും. ഒരു മുൻ മന്ത്രിയും ഇക്കൂട്ടത്തിലുണ്ടെന്ന് വാസുദേവ് അവകാശപ്പെടുന്നു. BJPയിൽ ചേരുന്നതിന് മടിയുള്ളവരാണ് HMലൂടെ NDAയുടെ ഭാഗമാകുന്നത്. ബീഹാറിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് മുൻ മുഖ്യമന്ത്രിയായ ജിതൻ റാം മാഞ്ചി. JDUവിന്റെ ഭാഗമായെന്ന അദ്ദേഹം അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജിവെക്കുകയും 2015 ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ എന്ന പാർട്ടി രൂപീകരിക്കുകയുമായിരുന്നു. നിലവിൽ കേന്ദ്രമന്ത്രിയാണ് മാഞ്ചി. ഇദ്ദേഹത്തിന്റെ മകൻ ബീഹാറിൽ കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു. നിലവിൽ ബീഹാറിൽ മാത്രമാണ് HAMൽ സ്വാധീനമുള്ളത്. ഇത്തവണ 6 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാൻ പാർട്ടി ശ്രമിക്കുമെന്നും വാസുദേവ് പറയുന്നു. ഇതിന്റെ ഭാഗമായി കേരളം, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വിപുലമാക്കും. ഇവിടെയുള്ള നേതാക്കളുമായും പാർട്ടികളുമായും ഐക്യ ചർച്ച നടത്തി വരികയാണ് HAMന്റെ ദേശീയ സംഘടനാ സെക്രട്ടറിയാണ് വാസുദേവ്. തൃശൂർ സ്വദേശിയാണ്. മുളങ്കുന്നത്തുകാവ് ആണ് സ്വദേശം. +2 വരെ പഠിച്ചത് മോഡൽ ബോയ്സ് സ്കൂളിലാണ്. അച്ഛനുമെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് വാസുദേവ് പറയുന്നു. ഇനി കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയാണ് BJPയോടൊപ്പം യാത്ര തുടങ്ങിയതെന്നും വാസുദേവ് പറഞ്ഞു. +2വിന് ശേഷം ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ഇപ്പോൾ 2.5 വർഷമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. BJPയുടെ സഖ്യകക്ഷിയായ HMM പാർട്ടി കോർഡിനേറ്റ് ചെയ്യുക, ദക്ഷിണേഷ്യയിലെ പാർട്ടികളെ NDAയിലേക്ക് അടുപ്പിക്കുക എന്നിവയാണ് ചുമതലകൾ. ഇദ്ദേഹമാണ് കേരളത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ വിശദമാക്കിയത്. കേരളത്തിൽ 5 MLAമാർ
HIM-ൽ ചേരാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. 2 ചെറിയ പാർട്ടികൾ HIM-ൽ ലയിക്കാനും തയ്യാറായി. കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷം ഡിസംബറിലേക്ക് ലയന സമ്മേളനം മാറ്റിവെച്ചതാണ്. NDA നേതൃത്വങ്ങളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ അസംതൃപ്തരായ നേതാക്കളെ HIM-ലേക്ക് അടുപ്പിക്കും. CPM, കോൺഗ്രസ് MLA-മാരും HIM-ൽ ചേരുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വാസുദേവ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പാലക്കാട് ജില്ലയിൽ മുന്നണികൾക്ക് തലവേദനയായി വിഭാഗീയത പ്രശ്നങ്ങളും കൂറുമാറ്റവും. കടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ പാലക്കാട് നഗരസഭയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമ്പോൾ V4 പട്ടാമ്പിയിലെ ഒരു വിഭാഗത്തിന്റെ കൂറുമാറ്റവും കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയതയും LDF-ൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതേസമയം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് UDF-നുള്ളിൽ വിമത നീക്കവും സജീവമാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, നഗരസഭ, ജില്ലാ പഞ്ചായത്ത് എല്ലായിടത്തും സമഗ്ര ആധിപത്യമാണ് ഇടതിന്. പക്ഷെ ഇത്തവണ എണ്ണം കൂട്ടാനാവുമെന്ന പ്രതീക്ഷയിലാണ് UDF. നഗരസഭ നിലനിർത്തുന്നതിനൊപ്പം 5 പഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തിലും 1 അംഗം എന്നിവയാണ് BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ വിഭാഗീയത, വിമത നീക്കം, കൂറുമാറ്റം എന്നിവ മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം പ്രതിസന്ധിയാണ്. BJP ഭരിക്കുന്ന ജില്ലയിലെ ഏക തദ്ദേശ സ്ഥാപനമാണ് പാലക്കാട് നഗരസഭ. നിലവിലെ ചെയർപേഴ്സണെ പുറത്താക്കണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടതും മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പെഴുതി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചതും വിഭാഗീയതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. എന്നാൽ എല്ലാം മാധ്യമ സൃഷ്ടി എന്ന നേതൃത്വം പറയുന്നത് UDF പിന്തുണയോടെ മത്സരിക്കാൻ തീരുമാനിച്ച കൊഴിഞ്ഞാമ്പാറയിലെ CPM വിമതർ പട്ടാമ്പി നഗരസഭയിൽ V4 പട്ടാമ്പി മുന്നണി വിട്ടതും നെല്ലായ, വല്ലപ്പുഴ, കിഴക്കഞ്ചേരി, വടക്കാഞ്ചേരി പഞ്ചായത്തുകളിലെ CPM-ലെ വിഭാഗീയതയെ തുടർന്നാണ്. മണ്ണാർക്കാട്ടെ PK ശശിയുടെ നീക്കങ്ങൾ, UDF-മായി ചർച്ച നടത്തുന്ന സേവ് CPI, തലവേദനകൾ നിരവധിയാണ് LDF-ന്. ഇതൊന്നും തിരിച്ചടിയല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയെ ചൊല്ലിയാണ് UDF-ൽ തർക്കം. പാലക്കാട് നഗരസഭയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ലീഗ് നേതൃത്വം ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. മുസ്ലിം ലീഗിലെ മുൻ നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുൾ അസീസിന്റെ ഒരു വിഭാഗമാണ് വിമത നീക്കത്തിനൊരുങ്ങുന്നത്. എല്ലാ ചായക്കോപ്പയിലെയും കൊടുങ്കാറ്റെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ പിണക്കങ്ങളൊക്കെ തന്നെ അവസാനിക്കുമോ, അത് തുടർന്ന് പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ വലിയൊരു പൊട്ടിത്തെറിയിലേക്കുള്ള സാധ്യതയാണോ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.